ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൻ്റെ ഗൂഢാലോചന നടന്നത് ടർക്കിയിലാണ്. കഴിഞ്ഞ 10-ാം തീയതി 6:52 ചെങ്കോട്ടയിലെ സ്ഫോടനം ഉണ്ടായത്. ഡോക്ടർ ഉമർ നബിയാണ് ചെങ്കോട്ട സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ശരീരാവശിഷ്ടത്തിൽ നിന്ന് കാല് കിട്ടി ആദ്യം. പിന്നീട് 3 ദിവസം കഴിഞ്ഞപ്പോൾ 200 മീറ്റർ അകലെ ഒരു നാടൻ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള മാർക്കറ്റിനടുത്തുള്ള ഒരു കക്കൂസിൻ്റെ മുകളിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി കിട്ടി. ഏതായാലും ഡോക്ടർ ഉമർ നബിയാണ് ഈ സ്ഫോടനത്തിൻ്റെ പിന്നിൽ. അദ്ദേഹത്തിൻ്റെ കാറാണ് പൊട്ടിത്തെറിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതിനെ അവരൊരു ഗൂഢാലോചന നടത്തിയത് 2022 മാർച്ചിൽ ഉമർ നബി എന്ന ആൾ ഡോക്ടർ അങ്കാറയിൽ പോയി. അങ്കാറയിലെ ഇദ്ദേഹവും മറ്റൊരാളും കൂടാതെ മറ്റു 2 ഡോക്ടർമാരും 4 പേരാണ് അങ്കാറയിൽ പോയത്. 2 ഗ്രൂപ്പായിട്ടാണ് അവിടെ ചെന്നത്. അങ്കാറയിലെ ഒരു ഹോട്ടലിൽ ഉമർ നബി ഏകദേശം 2 ആഴ്ചക്കാലം അവിടെ താമസിച്ചു. ആ സമയത്ത് ഉഗാസ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആളുമായിട്ട് സംസാരിച്ചു. ഉഗാസ എന്നയാൾ അയാൾ ജെയ്ഷെ മുഹമ്മദിൻ്റെയും അൻസാർ ഗസ്വത് ഉൽ ഹിന്ദുവിൻ്റെയും ഇടനിലക്കാരനാണ്. അയാളാണ് ഈ ഗൂഢാലോചനയുടെ പുറത്ത് നടപടികൾ ഇന്ത്യയിലെ വൈറ്റ് കോളർ ടെററിസ്റ്റ് മുഖേന ചെയ്തതെന്നാണ് ഇപ്പം NIAക്ക് വ്യക്തമായത്. ഇവർ അൽ ഫലാഖ് എന്ന യൂണിവേഴ്സിറ്റിയിലെ ഫരീദാബാദിലെ ആ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഉമർ നബിയും അതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത 3-4 ഡോക്ടേഴ്സും. ഇവിടെ ഒരു സ്ലീപ്പർ സെല്ല് 3-4 സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കി അതിലെ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ മാത്രം, ബുദ്ധിയുള്ള ആൾക്കാർ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഉഗാസ ഇത് സംഘടിപ്പിച്ചത്. ജെയ്ഷെ മുഹമ്മദിൻ്റെ അവരുടെയും അതുപോലെ തന്നെ അൻസാർ ഗസ്വത് ഉൽ ഹിന്ദു എന്ന സംഘടനയുടെയും മീഡിയേറ്ററാണ് ഈ ഉഗാസ. ഏതായാലും ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് മനസ്സിലായി. ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് വെളിയിലും ഗൂഢാലോചന നടന്നു. തുടക്കത്തിൽ അത് ടർക്കിയിൽ വെച്ചാണ് ഉണ്ടായത്, അങ്കാറയിലാണ് ഉണ്ടായത്. ആ ഗൂഢാലോചനയുടെ തുടർച്ചയാണ് ഇന്ത്യയിൽ ഇപ്പം ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനം. അതുകൊണ്ട് ഉഗാസയെ കണ്ടെത്തിയേ കഴിയുള്ളൂ. കാരണം 120B ഗൂഢാലോചന അയാൾക്ക് പങ്കുണ്ട്. അതുകൊണ്ട് ആരാണ് ഉഗാസ എന്ന് NIA തീർച്ചയായിട്ടും കണ്ടെത്തും എന്നാണ് ഞാൻ കരുതുന്നത്. 2 ഗ്രൂപ്പായി തുർക്കി ചെന്നിട്ട് ഇയാളുമായിട്ട് സംസാരിച്ചിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത്. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 കാറുകൾ ഇപ്പം കണ്ടെടുത്തിട്ടുണ്ട്. ഒരു കാറ് പൊട്ടിത്തെറിച്ചു പോയി. അപ്പോൾ ഉമറും മറ്റ് 3 പേരും നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2900 കിലോഗ്രാം അലുമിനിയം നൈട്രേറ്റ് ഫരീദാബാദിൽ വെച്ച് പിടിച്ചു. അവിടുത്തെ 2 ഡോക്ടർമാരെയും ഈ അലുമിനിയം നൈട്രേറ്റും പിടിച്ചപ്പം അവിടുന്ന് ഉമർ മുങ്ങി. അയാൾ ഈ കാറിനകത്തുമായി സഞ്ചരിച്ച് ഏകദേശം ഫരീദാബാദിൽ നിന്ന് നേരെ രാവിലെ 8 മണിക്ക് തിരിച്ചിട്ട് അയാൾ ഉച്ചയോടുകൂടി 3 മണി അടുപ്പിച്ച് ചെങ്കോട്ടയിൽ വന്ന് പാർക്ക് ചെയ്ത് 3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ഏതായാലും അയാൾ അങ്കാറയിൽ വന്ന ശേഷം ഈ ഫരീദാബാദ് വെച്ച് മറ്റ് 3 പേര് പിടിക്കപ്പെട്ട ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. എങ്കിലും ഉഗാസയുമായിട്ട് വിവരങ്ങൾ കൈമാറുന്നത് അവർ വ്യത്യസ്തമായ ചില
സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ്. കാരണം അത് പണ്ടത്തെ കാലത്ത് നമുക്ക് ഈ മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ് പേജർ ഉണ്ടായിരുന്നു. പേജറിൽ കൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ പേജറിൽ മെസ്സേജ് വന്നാൽ അതിൻ്റെ ലൈറ്റ് ഒരു ചെറിയ സിഗരറ്റ് പാക്കറ്റിൻ്റെ അത്ര ഉണ്ട്. അത് ലൈറ്റ് തെളിയുമ്പം കോള് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവർക്കും ഇവിടെ ലൈറ്റ് തെളിയും. അല്ലെങ്കിൽ അല്പം വൈബ്രേഷൻ ഈ പേജർ പോലെയുള്ള സംഭവത്തിനുണ്ടാവും. അതുകൊണ്ട് ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇവർ നടത്തുന്നത്. അതൊരിക്കലും കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മൊബൈൽ ഫോണിനകത്തുള്ള വിവരങ്ങൾ പലതും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വിവരങ്ങളാകാം. പക്ഷേ കൃത്യമായ വിവരങ്ങൾ അവർ ഈ പേജർ പോലുള്ള സംവിധാനത്തിൽ കൂടെയാണ് കൈമാറുന്നത്. അത് ടാപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും 6ഓളം ഡോക്ടർമാരെ ഇപ്പം ഈ കേസുമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് NIA കണ്ടെത്തി കഴിഞ്ഞു. അതിന് ഒരു വനിതാ ഡോക്ടറാണ്. അവർ ഷാഹിദ് എന്ന വനിതാ ഡോക്ടറാണ്. അവരുടെ സഹോദരൻ ഡോക്ടർ പർവേസ് ഷാഹിദും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 7 ഡോക്ടർമാരാണ് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഒരാൾ ആ സ്ഫോടനത്തോടുകൂടി തകർന്നു പോയി. ഏതായാലും ഡൽഹിയിലും അയോധ്യയിലും ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലെ 4 സെൻറ്ററുകളിൽ സ്ഫോടനം ഉണ്ടാക്കാനാണ് അവർ തയ്യാറായത്. റിപ്പബ്ലിക് ഡേയുടെ അന്ന് തീർച്ചയായിട്ടും റെഡ് ഫോർട്ടിൽ അവിടെ സ്ഫോടനം ഉണ്ടാക്കാനും അങ്ങനെ അയോധ്യയിൽ സ്ഫോടനം ഉണ്ടാക്കാനും ആണ് തയ്യാറാക്കിയത്. 4 സ്ഥലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 2 സ്ഥലം ഇപ്പം വ്യക്തമായി. അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ ഒരു ഡോക്ടറെ അഹമ്മദ് മുഹിയുദ്ദീൻ എന്ന ഒരാളെ, അയാൾ അലഹബാദുകാരനാണ്. അയാൾ വഡോദരയെ വെച്ച് അറസ്റ്റ് ചെയ്ത് ഈ സംഭവത്തിന് തൊട്ട് മുമ്പ്. അയാളുടെ കൂടെ മറ്റ് 2 പേരുണ്ടായിരുന്നു. 2 പേര് UP-ക്കാരാണ്. ഈ അഹമ്മദ് മുഹിയുദ്ദീനെ ആന്ധ്ര സ്വദേശിയാണ് എന്ന് കരുതുന്നു. ഗുജറാത്തിൽ അവരെ പിടിക്കുമ്പോൾ അവിടുത്തെ കോണ്ടാക്റ്റ് സപ്ലൈ ചെയ്യാനായിട്ട് 3 റിവോൾവർ അവരുടെ കൈവശം ഉണ്ടായിരുന്നു. ഇത് 30ഓളം ലൈവ് കാട്രിഡ്ജുകൾ, അതിൻ്റെ ഉണ്ടകൾ 30 എണ്ണവും ഉണ്ടായിരുന്നു. 4 ലിറ്റർ കാസ്റ്റർ ഓയിൽ അവരുടെ കൈവശമുണ്ട്. എക്സ്പ്ലോഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കാമെന്നും അത് കരുതുന്നു. ഏതായാലും ഇന്ത്യക്കെതിരായിട്ട് ഒരു രഹസ്യ സെല്ല് നമുക്ക് സിന്ദൂറിൻ്റെ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ലഷ്കർ ഇ തോയ്ബയുടെ ചീഫ് പറഞ്ഞു അവരെ വളരെയധികം ആൾക്കാർ ഇന്ത്യയിൽ അവർ സംഘടിപ്പിക്കും. അത് TRF എന്ന് പറഞ്ഞ ഒരു ലഷ്കർ ഇ തോയ്ബയുടെ ഒരു രഹസ്യ സെല്ല് കാശ്മീരിലുണ്ട്. അത് തോയ്ബ റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്നാണ്, TRF എന്നാണ് അതിൻ്റെ പേര്. ആ TRFിലെ പാവപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത് കൊല്ലുകയില്ല. വൈറ്റ് കോളർ സമൂഹത്തിലെ ഉന്നത രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും ആ പ്രവർത്തനം നടത്തുന്നതെന്ന് അന്നത്തെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ചില വക്താക്കൾ പറഞ്ഞിരുന്നു. അവരാണ് കാശ്മീരിൽ തന്നെ ഇങ്ങനെ ഒരു രഹസ്യ സെല്ല് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നൊക്കെ വീമ്പിളക്കി. പക്ഷേ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടേഴ്സ് ആണ് അവരെ യൂസ് ചെയ്തിട്ടാണ് ഈ ചെങ്കോട്ടയിലെ ഇപ്പോഴത്തെ സ്ഫോടനം, അല്ലെങ്കിൽ തുടർച്ചയായി ഇന്ത്യയിലെ 4-5 സ്ഥലത്ത് വലിയ സ്ഫോടനം നടത്താനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നത്. അതെന്തായാലും ഫരീദാബാദിലെ കാശ്മീർ പോലീസിലെ അവിടുത്തെ ഒരു DIGയുടെ ഒരു രഹസ്യമായ അദ്ദേഹത്തിൻ്റെ ചില നീക്കത്തിൽ നിന്നാണ് ഇങ്ങനെ ഇന്ത്യയിൽ വൻ സ്ഫോടനം നടത്താൻ ഡോക്ടേഴ്സ് തയ്യാറാകുന്നുള്ള വിവരം കിട്ടി. അങ്ങനെ അവരൊരു റെയ്ഡ് നടത്തി. ആ യൂണിവേഴ്സിറ്റിക്കകത്ത് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ടീച്ചറായിട്ടൊക്കെ ഇരുന്ന 2 പേര്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡോക്ടേഴ്സിനെ, ഏകദേശം 4-5 പേരെ അറസ്റ്റ് ചെയ്യുകയും അവർ സൂക്ഷിച്ചിരുന്ന RDX, അവർ സൂക്ഷിച്ചിരുന്ന അലുമിനിയം നൈട്രേറ്റ് ഇവയൊക്കെ കണ്ടെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ത്യ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ആകെ ഇപ്പം ചെങ്കോട്ടയിലുണ്ടായത് ഏകദേശം 13ഓളം ആൾക്കാർ കൊല്ലപ്പെടുകയും 10-30 ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പല ആൾക്കാരും മിസ്സായി എന്ന് പറയുന്നുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റായി പരിക്കേറ്റ് കിടന്ന 3 പേര് ഇപ്പം കാണാനില്ല. ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടാണോ എന്നറിയില്ല. എങ്കിലും അവരാരും ആ 3 പേര് ആരാണെന്നോ അവരുടെ അഡ്രസ്സ് എന്താണെന്നോ ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും 2022 മാർച്ചിൽ ഡോക്ടർ ഉമർ നബിയും മറ്റൊരാളും
മറ്റ് വേറെ 2 പേരും 4 പേര് അങ്കാറയിൽ പോയി നടത്തിയ ഗൂഢാലോചന, ഉകാസ എന്ന ആളുമായിട്ട് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഇതുപോലെയുള്ള സ്ലീപ്പിംഗ് സെൽസുകൾ രൂപീകരിച്ച് ഈ സ്ഫോടനം നടത്താൻ ഇടയാക്കിയതെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്.